നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കിടിലൻ ഉൽപ്പന്നത്തെക്കുറിച്ച് ഒരു ആശയം തോന്നിയിട്ടുണ്ടോ? കയ്യിൽ പിടിക്കാവുന്ന, ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്ന്. ആഹാ, എന്തൊരു മികച്ച ആശയം! പക്ഷേ യാഥാർത്ഥ്യം അല്പം കഠിനമാണ്. കണക്കുകൾ പ്രകാരം ഏകദേശം 42.3% മാനുഫാക്ചറിംഗ് സംരംഭങ്ങളും 5 വർഷം തികക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആശയം ഒരു സ്വർണ്ണഖനിയാണോ, അതോ നിങ്ങളെ താഴേക്ക് വലിക്കുന്ന ചതിക്കുഴിയാണോ? വലിയൊരു മുതൽ മുടക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെ തിരിച്ചറിയും? പല മാനുഫാക്ചറിംഗ് സംരംഭങ്ങളും പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും സമയവും പ്രതീക്ഷകളുമെല്ലാം നഷ്ടപ്പെടുന്നത് ഓർത്തു നോക്കൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സിബി ഇൻസൈറ്റ്സ് പറയുന്നത് പ്രകാരം 42% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത് വിപണിയിൽ ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇതാണ് യഥാർത്ഥ ചതിക്കുഴി. എന്നാൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, വിജയം ഉറപ്പാക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് അൾട്ടിമേറ്റ് മാനുഫാക്ചറർ ടെസ്റ്റ്. ഇത് നിങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ മിടുക്കുള്ളതാക്കാനും വിജയസാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. അത് എന്താണെന്നല്ലേ? അതറിയാൻ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഇനി ആ ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ടെസ്റ്റിൽ 4 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി മാർക്കറ്റ് വാലിഡേഷൻ, അതായത് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരുണ്ടോ. ഇത് ഉപഭോക്താക്കളോട് നേരിട്ട് സംസാരിച്ചും വിപണിയെക്കുറിച്ച് പഠിച്ചും ഉറപ്പാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അസംഷൻസ് മാപ്പിംഗ്, നിങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമായും ശരിയായി വരണം, നിങ്ങളുടെ പ്രധാന ധാരണകൾ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവ ഓരോന്നും വിശകലനം ചെയ്തിട്ട് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇനി മൂന്നാമതായിട്ട് സ്മാർട്ട് എക്സ്പെരിമെന്റേഷൻ ആണ്. വലിയ മുതൽ മുടക്കില്ലാതെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ആശയങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ലളിതമായ രൂപം MVP ഉണ്ടാക്കി ഉപഭോക്താക്കളിൽ നിന്ന് അഭിപ്രായം തേടുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ ഏത് രീതിയിലാണോ നിങ്ങളുടെ ആശയത്തെ നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ഉപഭോക്താക്കളുടെ മാർക്കറ്റിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് തേടാൻ പറ്റുന്നത്, ആ വഴികളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി നാലാമത്തേത് ഹോളിസ്റ്റിക് ഇവാലുവേഷൻ. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിങ്ങളുടെ ഉൽപ്പന്നം ആളുകൾക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ, അതായത് ഡിസൈറബിലിറ്റി എന്ന് പറയും. അടുത്തത്, നിങ്ങൾക്കത് നിർമ്മിക്കാൻ സാധിക്കുമോ. ഇപ്പം നമ്മുടെ ആശയത്തിൽ നമ്മൾ കണ്ടെത്തിയ ഉൽപ്പന്നം അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊമേഴ്ഷ്യലി ബൾക്കായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അടുത്തതായിട്ട് സാമ്പത്തികമായിട്ട് വിജയകരമാകുമോ എന്നുള്ളതാണ് വയബിലിറ്റി സ്റ്റഡി. അതായത് നമ്മൾ ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള മാനുഫാക്ചറിങ് സെറ്റപ്പ്, അതിനുള്ള ബാക്കി മാർക്കറ്റിംഗ്, R&D, അതുപോലെ സെയിൽസ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂലധനം ഇറക്കി നമ്മൾ അത് മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ലാഭം എടുത്ത് നമുക്ക് ആ ബിസിനസ്സിനെ സാമ്പത്തികമായിട്ട് വിജയകരമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ വയബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇത് ധാർമ്മികമായ ഒന്നാണോ, എത്തിക്സ് എന്നെല്ലാം അവസാനമായിട്ട് വിലയിരുത്തുക. ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ധാർമ്മികമായിട്ട് ശരിയായിട്ടുള്ള ഒന്നാണോ എന്നുകൂടെ അവസാനമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഊഹങ്ങൾക്ക് പകരം തെളിവുകൾ കണ്ടെത്തുക, വിപണിയുടെ ശബ്ദം കേൾക്കുക, നിരന്തരം പരീക്ഷിച്ച് പഠിച്ച് തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നേറുക. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. ഇനി ഞാൻ പുതിയതായി സംരംഭത്തിലേക്ക് വരുന്നവർക്ക് ഒരു ഈസി വഴി പറഞ്ഞു തരട്ടെ. നമ്മൾ ഇതുവരെ നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവാം. കാരണം നമ്മളത് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അതിൽ ഒന്നിൽ മാത്രം നമ്മൾ ഊന്നി പറഞ്ഞിട്ടില്ല. മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് മാത്രമേ നമ്മൾ പൊതുവായി പറയാറുള്ളൂ. എന്നാൽ പുതിയ പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ളത് അധികം റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നാലോ വിജയിച്ചു കഴിഞ്ഞാൽ ലാഭ സാധ്യത കൂടുതലുള്ളതുമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ റിസ്ക് ഇല്ലാതെ ചെയ്യാവുന്ന, ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതെന്തെന്ന് വെച്ചാൽ, ഓൾറെഡി മാർക്കറ്റിലുള്ള എപ്പോഴും ഡിമാൻഡുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ നമ്മുടെ നാട് ഇപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരുന്നതോ ആയ പ്രോഡക്റ്റുകൾ കണ്ടെത്തുക. ആ പ്രോഡക്റ്റുകൾ നമ്മളുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള പ്രോഡക്റ്റുകളെ കുറിച്ച്, അതിൻ്റെ മാനുഫാക്ചറിങ് സാധ്യതകളെ കുറിച്ചും അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ട സെറ്റപ്പുകളെ കുറിച്ചും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കാലാവസ്ഥയിൽ, നമ്മുടെ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതും സ്റ്റഡി ചെയ്തതിന് ശേഷം അത് മാനുഫാക്ചർ ചെയ്യുന്ന മെഷീനറീസുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ, ഇന്ത്യയിൽ അവൈലബിൾ ആണെങ്കിൽ
നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെയാണ്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടുതൽ കാലം നിൽക്കുന്ന മെഷീനറി എവിടെയാണുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഈ മാനുഫാക്ചറിങ് ചെയ്യുന്ന മെഷീനറീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും നമ്മുടെ ബിസിനസ്സിന് നമ്മളെക്കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്ന മെഷീനറി ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ മെഷീനറി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് സെറ്റ് ചെയ്ത് ഈ നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അത് വിപണിയിലേക്ക് എത്തിച്ച് ഈ ഒരു ബിസിനസ്സിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങളുടെ ആശയത്തിന് ഉപയോഗിച്ച് നോക്കൂ. മേലെ പറഞ്ഞ ടെസ്റ്റും അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആശയം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു മാനുഫാക്ചറിങ് സംരംഭം കെട്ടിപ്പടുക്കുന്നത് ഒരു മാരത്തൺ ഓട്ടം പോലെയാണ്. ഈ ടെസ്റ്റ് നിങ്ങളുടെ ആശയത്തിന് ഏറ്റവും മികച്ച വിജയ സാധ്യത നൽകും. മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൂ, വിജയിക്കും. ഇനി നാളെ ഒരു നല്ല മാനുഫാക്ചറിങ് ബിസിനസ് നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായി ഒരു മാനുഫാക്ചറിങ് സംരംഭം തുടങ്ങുമ്പോൾ കോമൺ ആയിട്ട് സംഭവിക്കാറുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്നും അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ആണ്. മറക്കാതെ മിസ് ചെയ്യാതെ കാണുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.